എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ CSR കടവിലെ ഒരു ചേട്ടൻ്റെ ചാട്ടവും അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജയൻ പട്ടത്തിനെ പോലുള്ള ആളുകൾ അവിടെ ഒരു ഒറ്റയാൻ സമരമൊക്കെ നടത്തി. ഇന്നിപ്പോൾ കാണുന്ന കാഴ്ച എന്തെന്ന് അറിയോ? നിങ്ങൾ ആരെങ്കിലും, ഞാൻ പറയുന്നത് പോലീസ് സംവിധാനങ്ങളോടാണ് ഞാൻ പറയുന്നത്, ഏതെങ്കിലും പോലീസ് സംവിധാനങ്ങൾ നിങ്ങൾ വാഹനം എടുത്തിട്ട് ഒന്ന് പരിഹാരം കൂടി ആ CSR കടവ് കൂടി ഒന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയിക്കോ. ബസ്സുകാർ അതുപോലെ തന്നെ അതിലൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ തന്നെ വലിയ കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. വലിയ ഗതാഗത കുരുക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിരപ്പള്ളിനേക്കാളും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് നമ്മുടെ ഈ CSR കടവ് മാറി. അവിടെ വന്ന് കുളിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ആളുകൾക്ക് വരാവുന്ന അപകടങ്ങളെക്കുറിച്ചൊന്നും ഒരാൾക്കൊരു ചിന്തയില്ല കേട്ടോ. അതിൻ്റെ കാര്യം ഞാൻ പറയാം. ഇന്നലെ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഇപ്പോൾ വാഹനങ്ങൾ ഇരുവശത്തും പാർക്ക് ചെയ്തിട്ടില്ലേ, ഇതിൻ്റെ നടുക്കിക്കൂടെ ഈ ബസ് ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ. ഗംഭീര ബ്ലോക്ക്. ഇതിലിടപെടാനായിട്ട് ഒരു സംവിധാനങ്ങളില്ല എന്നുള്ള വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞാൻ കാണിക്കുന്നത്. പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് ഇടപെടാം, പോലീസ് സംവിധാനങ്ങൾക്ക് ഇടപെടാം, വാഹനങ്ങൾ പോകണ്ടേ? ഇത് അതിരപ്പള്ളി റോഡല്ലേ ഇത്? എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകൾ വരുന്നു. ഇതിപ്പോൾ ഉണ്ടായ സംഭവം. നിങ്ങളിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ സമയത്ത് ഒരു 6 കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഈ ചാലക്കുടിയിൽ നിന്ന് പരിയാരം വരെ ഒന്ന് പോയി നോക്കാം. പരിയാരം കഴിഞ്ഞ് കുറ്റിക്കാട് വരെ അല്ലെങ്കിൽ അതിരപ്പള്ളിയിലേക്ക് നിങ്ങൾ പോയി നോക്കാം. നിങ്ങൾക്ക് ഈ CSR കടവ് കഴിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. ഒന്നാമത് അവിടെ അപകടകരമായിട്ടുള്ള ഒരു വളവാണത്. ഈ CSR വളവ് എന്ന് പറഞ്ഞൊരു വളവുണ്ട്. ആ വളവ് ഇപ്പോൾ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജനപ്രതിനിധികൾ ഒരുപാട് ഉറപ്പ് തന്നതാണ്. അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ വാഹനങ്ങൾ മുഴുവൻ പാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ബാറിൻ്റെ അവിടം വരെ ഇപ്പോൾ ബ്ലോക്ക് എത്തിയെന്നാണ് ഞാൻ ഇപ്പം എന്നെ വിളിച്ചു പറഞ്ഞ സംഭവം. ഇതൊക്കെ ആരെങ്കിലും ഒന്ന് ഇടപെടണ്ടേ? ഇതിനൊക്കെയല്ലേ ജനങ്ങൾ വോട്ട് ചെയ്ത് ചൂണ്ടുവരൽ മറ്റേ സാധനം മുക്കി തിരഞ്ഞെടുത്തേക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയാൽ. ഇത് പറയുമ്പോൾ ചിന്തിക്കുക. അവിടെ ഇതൊക്കെ തന്ത വൈബ എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ടെന്ന്. ഞാൻ ആ പറയുന്ന ആൾക്കാരോട് ഇന്നലെ ഉണ്ടായൊരു സംഭവം പറയാം. ഇന്നലെ ഉണ്ടായ സംഭവം നമ്മുടെ സുഹൃത്ത് കൂടിയായിട്ടുള്ള കുന്നപ്പള്ളിയിലെ പ്രശാന്ത് എന്ന് പറഞ്ഞൊരു പുള്ളിയും ആളുടെ സുഹൃത്ത് ഉണ്ണി, അതുപോലെ തന്നെ അടിച്ചിലുള്ള സുഹൃത്ത്, ഇവർ ഈ പറയുന്ന കൊമ്പമ്പാറ തടയണയുടെ താഴെ കുളിക്കായിരുന്നു. അവർ 3-4 പിള്ളേർ, 3 വയസ്സൊക്കെ ഉള്ള കുട്ടികളുടെ മാതാപിതാക്കളൊന്നുമില്ല. അവർ ഇത് കുളിക്കാറങ്ങണമെങ്കിൽ പൂലാനി സൈഡിലേക്ക്, മേലൂർ പഞ്ചായത്തിൻ്റെ സൈഡിലേക്ക് പോകണം. അവിടെ നിന്ന് സ്റ്റെപ്പുള്ളൂ. അവിടെ താഴെ ഇറങ്ങി കുളിക്കണം. ഇപ്പോൾ ഈ ചേട്ടന്മാർ പറഞ്ഞു അവിടെ കാല് എഴുതാൻ സാധ്യത പോകരുത്, നിങ്ങൾ അവിടെ നിന്ന് കയറുന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ അതിനൊരു കൊച്ചാ ഒഴിയാ പോയി. ഇവർ താഴത്ത് നിന്ന് കുളിക്കണതുകൊണ്ട് ആ കൊച്ചിനെ കിട്ടി. അത് കഴിഞ്ഞ് ഇവരുടെ മെക്കട്ടേക്ക് അവർ കയറാൻ പോണ്. ഞങ്ങൾക്കറിയാമെന്ന്, ഞങ്ങൾ ഒഴുകി പോകുന്നതൊക്കെ കണ്ടുവന്ന്. ഇമാതിരി സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നു. ഇപ്പോൾ പ്രദേശവാസികൾക്കും അതിലൂടെ വാഹനങ്ങൾ പോകാൻ പറ്റാത്ത രീതിയിൽ ഇരു സൈഡുകളിലും വാഹനം പാർക്ക് ചെയ്ത് ഗംഭീര ബ്ലോക്കാണ് കേട്ടോ. പരിയാരം പഞ്ചായത്തിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്, പോലീസ് സംവിധാനങ്ങൾക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. നേർക്കാഴ്ചയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഒരാളും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും അവിടെ എന്തെങ്കിലും അപകടം ഉണ്ടായി അല്ലെങ്കിൽ അവിടെ അതിലൂടെ വാഹനങ്ങൾ പോകാൻ പറ്റാത്ത സ്ഥിതിയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വലിയ ഗതാഗത കുരുക്കിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആളുകൾ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേര് ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ട് അവിടെ ബ്ലോക്കാണെന്ന് പറഞ്ഞത്. അതിൻ്റെ നേർക്കാഴ്ച. പിന്നെ മറ്റേ സുരക്ഷാ മാർഗ്ഗങ്ങൾ അതധികം താമസിയാതെ കാണാം. അപ്പോൾ ഞാൻ ഈ പരിയാരം പഞ്ചായത്തിനെ റെഡിയാക്കണം, ഞാൻ കാണിച്ചു തരാം. അവർ ഒരു കാര്യം ഇടപെട്ടില്ല, ഒരു സംവിധാനം ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത് നമുക്ക് കാത്തിരുന്ന് കാണാം.